ഗുരുവായൂരപ്പ. ഇന്ദ്രജാലക്കാര തന്നപ്പോ എന്നിട്ട് മറിമായും ചെക്ക സുന്ദരനാട്ടോ, ഇഷ്ടാവും. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഭാരത് ബെൻസ് 1824 ചേസിൽ 13.5 മീറ്റർ ചേസിൽ MGയുടെ ഗ്ലൈഡർ Z+ ബോഡിയിൽ ഇറങ്ങിയിരിക്കുന്ന തൃശ്ശൂർ പെരിങ്ങാവുള്ള ഹാപ്പി ട്രാവൽസിന്റെ ബസ്സാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ഒരുപാട് ഗ്ലൈഡർ Z+ ഇറങ്ങിയിട്ടുള്ള സ്ലീപ്പർ ബസ്സുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരു സീറ്റർ ബസ് ആദ്യമായിട്ടാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. 53 ആണ് ഇതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്. അപ്പൊ എങ്ങനെ ഈ ബസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടാലോ? അപ്പൊ അത് നമുക്ക് ബസിന്റെ ഫ്രണ്ട് ലുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹാപ്പി ട്രാവൽസിന്റെ പേര് മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ എഡിഷൻ നെയിം കൊടുത്തിരിക്കുന്നത് കാശിനാഥ് എന്നുള്ളതാണ്. പിന്നെ ഗ്ലൈഡറിന്റെ ലുക്ക് നിങ്ങളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ബസിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 240 HP പവറും 850 Nm ടോർക്കും ആണ് വരുന്നത്. OM 926 6 സിലിണ്ടർ എഞ്ചിനാണ് ഇതിനകത്ത് ഭാരത് ബെൻസ് യൂസ് ചെയ്തിട്ടുള്ളത്. 7200 ആണ് ഇതിന്റെ എഞ്ചിൻ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. ഇനി നമുക്ക് ഈ 13.5 മീറ്റർ ലെങ്ത് ഉള്ള ഈ ഒരു ഗ്ലൈഡർ Z+ന്റെ സൈഡ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് ടയർ സ്റ്റാർട്ട് ചെയ്യാം. 295/80 22.5 സൈസുള്ള MRF ടയർസ് ആണ് ഇത് വെച്ചിട്ടുള്ളത്. MGയുടെ ക്രോം പ്ലേറ്റ്സ് കൊടുത്ത് വീൽ കപ്സ് നല്ല മനോഹരമാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഫസ്റ്റ് ഡിക്കി ഓപ്പണിംഗിൽ വരുന്നത് ഇതിന്റെ ബാറ്ററി ഏരിയ ആണ്. 12 വോൾട്ടിന്റെ 2 ബാറ്ററി വെച്ചിട്ട് 24 വോൾട്ട് 150 AH ബാറ്ററിയാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു 3 ഓപ്പണിംഗ് വരുന്നത് ഇതിന്റെ ഡിക്കി സ്പേസ് ആണ്. ഈ ഡിക്കി സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി സ്ലീപ്പർ ബസ്സുകളുടെ ഒക്കെ റിവ്യൂ എടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു സീറ്റർ വേർഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡിക്കി സ്പേസ് ഈ ഒരു 3 ഡിക്കി ആയിട്ട് വലിയൊരു ഡിക്കി സ്പേസ് ആണ് ഇതിന്റെ അണ്ടറിൽ വന്നിട്ടുള്ളത്. അപ്പുറത്തെ സൈഡിൽ ഡിക്കി ആയിട്ട് ഫുള്ളി ഇന്റർ കണക്റ്റഡ് ആണ്. ഇതിന്റെ താഴെ ഭാഗം എന്ന് പറയുന്നത് ഫുള്ളി ഡിക്കി തന്നെ കേട്ടോ. അപ്പൊ ഈ 3 സ്പേസ് ആയിട്ട് ഇതിന്റെ ഡിക്കി വരുന്നുണ്ട്. ഇനി ഈ പോർഷനിൽ ഇതിന്റെ ബാക്ക് വീൽ പോർഷൻ എയർ സസ്പെൻഷൻ ടയേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അതിനുശേഷം ഇവിടുത്തെ 2 ഡിക്കി ഓപ്പണിംഗ്, റിയർ വീലിന് ശേഷമുള്ള 2 ഡിക്കി ഓപ്പണിംഗ് നിങ്ങളൊന്ന് നോക്കിയാൽ തന്നെ കാണാം. ഇവിടെ ഇതിന്റെ സ്പെയർ വീൽ വരുന്നുണ്ട്. കൂടാതെ അതിന്റെ അപ്പുറത്തായിട്ട് ഇതിന്റെ FAPSന്റെ സിലിണ്ടറും വാട്ടർ ടാങ്ക് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ ഒരു ഫുള്ളി ഒരാൾക്ക് സുഖമായിട്ട് നീണ്ടു വരുന്ന കിടക്കത്തക്ക രീതിയിലുള്ള ഒരു ലെങ്ത് ആണ് ഈ ഒരു ബാക്ക് പോർഷൻ വരുന്നത്. ബാക്കിലെ ഡിക്കി ആയിട്ട് ഇത് ഇന്റർ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ഡിക്കി സ്പേസ് ആണ്. നമ്മൾ സാധാരണ ടൂറിസ്റ്റ് ബസ് ചെയ്തതിനെക്കാട്ടും വലിയൊരു ഡിക്കി സ്പേസ് ആണ് ഈ ഭാരത് ബെൻസ് 1824 ചേസിന്റെ 13.5 മീറ്റർ ലെങ്ത് ഉള്ള ഈ ഒരു ബസ്സിന് കൊടുത്തിട്ടുള്ളത്. വളരെയധികം വലിയൊരു ഡിക്കി സ്പേസുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ബസ്സാണിത്. നമുക്ക് ഇനി അപ്പുറത്തെ സൈഡ് നോക്കാം. അപ്പുറത്തെ സൈഡും എല്ലാം ഇന്റർ കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് അപ്പുറത്തെ സൈഡ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് ഗ്ലൈഡറിന്റെ ബാക്ക് ലുക്ക് നോക്കാം. ബാക്ക് ലുക്ക് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെങ്കിലും മുകളിലായിട്ട് റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഭാരത് ബെൻസിന്റെ പേര് കാണാം, ഗ്ലൈഡറിന്റെ പേര് കാണാം, MGയുടെ ബാഡ്ജിങ് കാണാം, ലോഗോ കാണാം. ഇവിടെ ആയിട്ട് ഇതിന്റെ ഒരു ഡിക്കി സ്പേസ് വരുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കിലെ ആ ഒരു റിയർ സ്പേസുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ് കേട്ടോ. ഇവിടെ നോക്കിയാൽ തന്നെ ഫുള്ള് ഇതിന്റെ അകഭാഗം കാണാൻ പറ്റും. അവിടെ ആയിട്ട് സിലിണ്ടറും വാട്ടർ ടാങ്ക് ഒക്കെ കൊടുത്തിരിക്കുന്ന കാണാം. ഫയർ അലാറം പ്രൊട്ടക്ഷൻ സിസ്റ്റം FAPS ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വാഹനമാണ് ഹാപ്പി ട്രാവൽസിന്റെ ഈ ഒരു 13.5 മീറ്ററുള്ള ഭാരത് ബെൻസ് ബസ്. അപ്പൊ ഇതിന്റെ ഇവിടെ ആയിട്ടാണ് ഇതിന്റെ വാട്ടർ ടാങ്ക് വരുന്നത്. ഇപ്പുറത്താണ് ഇതിന്റെ നൈട്രജൻ സിലിണ്ടർ കൂടെ കാണുന്നത്. നിങ്ങൾക്ക് ഇതാണ് ഇതിന്റെ സോഴ്സ് വരുന്നത്. ഇതൊന്നാണ് നമുക്ക് തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് ബസ് ഓട്ടോമാറ്റിക് ആയിട്ട് തീ അണയ്ക്കാനുള്ള സംവിധാനമായിട്ടാണ് ഈ ഒരു FAPS എന്നുള്ള ഒരു സിസ്റ്റം ഇപ്പം കമ്പൽസറി ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ ബസ്സുകളും ഇപ്പം വന്നു തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഈ ഭാഗത്തായിട്ടും ഫ്രണ്ട് ആൻഡ് ബാക്ക് വീലിന്റെ സെൻട്രലായിട്ട് 4 ഡിക്കി ഓപ്പണിംഗ് വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് വരുന്നത് ഇതിന്റെ ഡീസൽ ടാങ്ക് ആണ്. ഡീസൽ ടാങ്കിന്റെ കപ്പാസിറ്റി 380 ലിറ്റർ ആണ്. അതുപോലെ ഇവിടെ ആയിട്ട് ഇതിന്റെ ആഡ് ബ്ലൂ ടാങ്ക് ആണ് വരുന്നത്. ആഡ് ബ്ലൂ ടാങ്കിന്റെ കപ്പാസിറ്റി 50 ലിറ്റർ ആണ്. ഈ ഒരു ഓപ്പണിംഗിലുള്ളത് ഡിക്കി ഓപ്പൺ ആക്കേണ്ട ഡിക്കി അല്ല എങ്കിലും നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ എക്സ്ഹോസ്റ്റും എയർ ഫിൽറ്റർ ഒക്കെയാണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. അപ്പൊ ഈ ഗ്ലൈഡർ ബസിന്റെ ഓവറോൾ ലെങ്ത് വരുന്നത് 13,190 mm ആണ്. അതുപോലെ ഇതിന്റെ വീൽ ബേസ് ഫ്രണ്ട് വീൽ ടു ബാക്ക് വീൽ വരുന്നത് 6,880 mm ആണ് ഇതിന്റെ വീൽ ബേസ് വരുന്നത്. ഇനി നമ്മൾ ഭാരത് ബെൻസിന്റെ ഡ്രൈവർ ക്യാബിനിലേക്കാണ് വന്നിട്ടുള്ളത്. ഭാരത് ബെൻസിന്റെ നല്ല വലിയ സ്റ്റിയറിംഗ് വീലൂടെ കാണാം. നല്ല മനോഹരമായ സ്റ്റിയറിംഗ് വീല്, നല്ല ലുക്കാണ് ഈ ഒരു സ്റ്റിയറിംഗ് വീല് കാണാനായിട്ട്. സെൻട്രലായിട്ട് ഇതിന്റെ ഭാരത് ബെൻസിന്റെ ലോഗോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ട് ഇതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്. ഇവിടെ ഹാൻഡ് ബ്രേക്ക്, പവർ സ്വിച്ചുകൾ, കാര്യങ്ങളുടെയൊക്കെ ഒരു ക്ലസ്റ്റർ പോലെ ഇവിടെ. ഇതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈവർക്ക് നേരെ ഡയറക്റ്റ് കാണാൻ പറ്റുന്ന രീതിയാണ്. ഇങ്ങനെ ഡ്രൈവറുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഈ ഒരു സംഭവങ്ങളെല്ലാം വെച്ചിട്ടുള്ളത്. ഇതായിട്ട് ഇതിന്റെ എല്ലാ ഇന്റീരിയർ ലൈറ്റുകളുടെയൊക്കെ സ്വിച്ചും, അതുപോലെ CCTVയുടെ ഔട്ട്പുട്ട്, AC ഓപ്പറേറ്റിംഗ് സ്വിച്ച്, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ, മൊബൈൽ ചാർജിംഗ് പോർട്ട് ഡ്രൈവർക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്ലസ്റ്ററിലാണ് ഇതിന്റെ ഫ്രണ്ടത്തെ ഒരു ഡാഷ് ബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. MGയുടെ ഒരു മോഡലാണ് ഈ ഒരു ടൈപ്പ്. മുകളിലായിട്ട് മാറ്റ്
ഒരു ആഷ് കളറിൽ ഇതിന്റെ ഡാഷ്ബോർഡ് വരുന്നത്. ഇനി നമുക്ക് ഇന്റീരിയർ ലുക്കിലേക്ക് നോക്കിയാൽ 2x2 ലേഔട്ടിൽ 53 പുഷ് ബാക്ക് കംഫർട്ടുള്ള സീറ്റുകളാണ് ഇതിനകത്ത് MG ഇത് ഒരുക്കിയിട്ടുള്ളത് ഹാപ്പി ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട്. എത്ര ലെങ്ത് നോക്കി ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ അങ്ങ് എൻഡ് വരെ വളരെ നീളം നിങ്ങൾക്ക് സീറ്റിംഗ് കംഫർട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഹരിതയുടെ പുഷ് ബാക്ക് കംഫർട്ടുള്ള സീറ്റുകളാണ് 2x2 ലേഔട്ടിൽ വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ സീറ്റിംഗ് കംഫർട്ട് നമുക്ക് നോക്കാം. സീറ്റിംഗ് കംഫർട്ടിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് റിക്ലൈനിങ് ആണ്. റിക്ലൈനിങ് എത്രത്തോളം നോക്കിയാൽ എൻ്റെ പൊന്നോ, ഇത്രയധികം റിക്ലൈനിങ് ഒരു സീറ്റിന് കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് കിടന്ന് ഉറങ്ങി ഒരു സെമി സ്ലീപ്പർ കംഫർട്ടിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു റിക്ലൈനിങ് വരുന്നത്. അതുപോലെ രണ്ട് സൈഡിലായിട്ട് ആംബ്രസ്റ്റ് വരുന്നുണ്ട്. കൂടാതെ ഇതിനകത്ത് സീറ്റ് ബെൽറ്റും എല്ലാ സീറ്റുകളിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ടൈപ്പിലുള്ള സീറ്റ് ബെൽറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടത്തെ സീറ്റിലായിട്ട് ബോട്ടിൽ ഹോൾഡർ, ഫയൽ ഹോൾഡർ, താഴെ ലെഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇനി മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ AC വെന്റ്, റീഡിംഗ് ലാംപ്സ്, അതുപോലെ FAPS ഘടിപ്പിച്ചുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ നോബുകൾ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ മൊബൈൽ ചാർജിംഗ് പോർട്ട് വരുന്നത് ഈ ഒരു സെൻട്രലായിട്ടാണ്. അപ്പോൾ നമ്മളുള്ളത് ഹാപ്പി ട്രാവൽസിന്റെ ഓണർമാരായിരിക്കുന്ന കിഷോർ ഏട്ടനും ബിനീഷ് ഏട്ടനാണ്. നമസ്കാരം. നമസ്കാരം. നമ്മൾ എത്ര വർഷമായി ഈ ഒരു ടൂറിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ട്? നമ്മൾ തുടങ്ങിയിട്ട് 2008-ലാണ്. ഏകദേശം 17 കൊല്ലത്തോളമായി നമ്മൾ ഫീൽഡിൽ തുടർന്നുകൊണ്ടിരിക്കണം. നമ്മുടെ സ്വദേശം ഇവിടെ തന്നെയാണ്, പെരിങ്ങാവ് തന്നെയാണ്. ഞങ്ങളുടെ അച്ഛനും അവരൊക്കെയായിട്ട് തുടങ്ങിയതാണ്. പക്ഷെ അവര് ഒരു 86-ലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ വലിയ വണ്ടികളിലേക്കുള്ള നമ്മുടെ തുടക്കം കുറിക്കുന്നത് 2008-ലാണ്. ട്രാവൽസ് മുമ്പ് ഉണ്ടായിരുന്ന ഞങ്ങൾക്ക് ടാക്സി കാറുകളായിരുന്നു. അതൊരു മോട്ടിവേഷനാണ്. അങ്ങനെ വലിയ ഹാപ്പി എന്നുള്ളൊരു പേര്, ഹാപ്പി എന്ന് പറയുന്നത് ഞങ്ങൾ ആദ്യം തുടങ്ങിയത് കാസിനോവ എന്ന പേരിലായിരുന്നു. അത് ഞങ്ങളുടെ നാട്ടിലൊരു പെൺകുട്ടിയാണ് ഞങ്ങൾക്ക് പേര്, ഞങ്ങളുടെ വണ്ടിക്ക് പേര് ഇട്ടത് ഹാപ്പി. അപ്പൊ പിന്നെ ഞങ്ങള് ആ പേരിലേക്ക് ബ്രാൻഡ് മാറി. പിന്നെ ശരിക്കും ബൂം ഈ ഹാപ്പി എന്ന് വന്ന ആ ഒരു ലേബലിലാണ് ഞങ്ങൾ കൂടുതൽ ഹാപ്പി ആയത്. നമുക്കിപ്പം നിലവിൽ ഇപ്പൊ ഹാപ്പി ട്രാവൽസിന് എത്ര ബസ്സുകളുണ്ട്? ഞങ്ങൾക്ക് ഓൾറെഡി ഇപ്പൊ 11 വണ്ടികളാണ് ഉള്ളത്. അതില് ട്രാവലറും ബസ്സും അതുപോലെ എല്ലാ വണ്ടികളും. അപ്പം അധികം ഈ ഒരു 13.5 മീറ്ററിൽ സീറ്റർ വണ്ടികൾ ഇറക്കിയിട്ടില്ല. സ്ലീപ്പർ വണ്ടികൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും സീറ്റർ വണ്ടികൾ കുറവാണ് ഭാരത് ബെൻസിന്റെ ഒരു ഗ്ലൈഡർ മോഡലില്. എന്തുകൊണ്ടാവും ഈ ഒരു ഗ്ലൈഡർ? അതായത് നമുക്ക് കൂടുതൽ നമ്മള് നമ്മുടെ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടികൾ. അതായത് ഞങ്ങളുടെ പ്രോഫിറ്റിനെ പോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് നല്ല സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അതായത് ഇപ്പൊ 3x2-ലാണ് നമുക്ക് 50 സീറ്റ് കൂടുതൽ മാക്സിമം സീറ്റ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഇത് വരുമ്പോ നമുക്ക് 53 സീറ്റാണ് ഈ വണ്ടിനകത്തുള്ളത്. ഈ 53 പേരും കംഫർട്ട് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ 13.5 മീറ്ററിലേക്ക് മാറാൻ കാരണം. ഓൾറെഡി നമ്മുടെ അടുത്ത് 45 ഉണ്ട്. പക്ഷെ അതിനൊക്കെ കൂടുതൽ ഇപ്പോൾ നമ്മൾ പാക്കേജുകളും കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അവരെ സംബന്ധിച്ചും പാക്കേജിനെ സംബന്ധിച്ചും പ്രോഫിറ്റബിൾ ആവും. ഇത്രയും വലിയ ആൾക്കാരെ കൊണ്ടുപോകുകയാണെങ്കിൽ അത്രയും നല്ലത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഡിസൈഡ് ചെയ്തത്. അപ്പോൾ വിനീഷ് ഏട്ടൻ, നമ്മുടെ കയ്യിലിപ്പം ഏതൊക്കെ മോഡല് ബസ്സുകളാണ് ഉള്ളത്? ഇപ്പം നമ്മൾ ഭാരത് ബെൻസിന്റെ ഗ്ലൈഡർ പരിചയപ്പെട്ടു. വേറെ ഏതൊക്കെ ഉള്ളത്? ഐഷറുണ്ട്, ലൈലൻഡ് ഉണ്ട്, പിന്നെ ട്രാവലറും. അതൊക്കെ വേറെ ബോഡി പ്രകാശ് ബോഡി ബോഡിയില് സെഡോൺ, ലൈലൻഡ്, ഐഷർ എല്ലാം ഉണ്ട്. ഓക്കെ. പിന്നെ സീറ്റ് ടാക്സി ടാക്സി, ഇൻവിക്ടോ, കാറ്, സിയാസ്. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഭാരത് ബെൻസിന്റെ 13.5 മീറ്ററിൽ 53 സീറ്റുമായിട്ട് തൃശ്ശൂരിലേക്ക് വന്നിട്ടുള്ള ഹാപ്പി ട്രാവൽസിന്റെ ഈ ഒരു ബസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ പാക്കേജ് ട്രിപ്പുകളും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ബസ്സുകളും പുത്തൻ ബസ്സുകളും യാത്രകളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിജി നിലമ്പൂർ.